എല്ലാവർക്കും ക്രെഡിറ്റ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം. ഫ്ലെക്സ് ബൈ ഗൂഗിൾ പേ എന്നത് ഇന്നലെ മുതൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു വാക്കാണ്. ഗൂഗിൾ പേയിൽ വരുന്ന പുതിയ സംവിധാനമായ ഫ്ലെക്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ക്രെഡിറ്റ് ആൻഡ് കെയറിൽ സംസാരിക്കുന്നത്. എന്താണ് ഈ ഗൂഗിൾ പേയിൽ വരുന്ന ഫ്ലെക്സ് സംവിധാനം? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇതൊരു പക്ക ക്രെഡിറ്റ് കാർഡാണ്. പക്ഷെ എന്തും ഗൂഗിൾ കൊണ്ടുവരുമ്പോൾ നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളതിൽ എന്താണെന്ന് കൗതുകത്തോടെ നോക്കും. ഫ്ലെക്സ് എന്ന് പറയുന്ന ഈ വാക്കും ഇന്നലെ മുതൽ എല്ലാവരും സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആക്സിസ് ബാങ്കിൻ്റെ സഹകരണത്തോടെ ഗൂഗിൾ കൊണ്ടുവരുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എല്ലാവരും ക്രെഡിറ്റ് കാർഡ് ഇറക്കുന്നു. ഗൂഗിൾ പോലത്തെ ഒരു കമ്പനി ക്രെഡിറ്റ് കാർഡ് ഇറക്കുമ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേകത കാണോ? അതൊരു പേഴ്സണൽ ലോൺ ആണോ, അല്ലെങ്കിൽ അതിൽ നിന്ന് പേഴ്സണൽ ലോൺ എടുക്കാൻ പറ്റുമോ, അതിൽ ക്രെഡിറ്റ് ലൈൻ ഉണ്ടോ, ഇങ്ങനെ കുറേ സംശയങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബിസിനസ് നോക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് 140 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ 110 കോടി ആളുകൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. ആ 110 കോടിയിൽ തന്നെ ഏകദേശം 50 കോടിയോളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? UPI ഉപയോഗിച്ച് 40 കോടിക്ക് 50 കോടിക്ക് ഇടയിൽ ആളുകൾ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്. എന്നാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ 5 കോടി ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്യാപ്പ് ഭീകരമാണ്. അപ്പം ബിസിനസ്സുകാരാണ് ഗൂഗിളിന് വളരെ വ്യക്തമായിട്ടൊരു കാര്യം അറിയാം. നമ്മൾ ഇന്ത്യയിൽ UPI ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന ശീലം വളരെ കൂടുതലാണ്. നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് നല്ല ഉപയോഗിക്കുന്നത്. ഇപ്പോഴും നമുക്ക് റുപേ ക്രെഡിറ്റ് കാർഡ് UPIയിൽ നമ്മുടെ ഇതിൽ ഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ പോലും എല്ലാവരും ബാങ്കാണ് പ്രിഫർ ചെയ്യുന്നത്. UPIയിൽ ഇന്ത്യയിൽ ബാങ്കാണ് ഫസ്റ്റ്. അപ്പോൾ പക്ഷേ കൃത്യമായിട്ട് UPI ഉപയോഗിക്കുന്ന ഒരാൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മണി മാനേജ് ചെയ്യുന്ന ഒരാൾ കൂടി ആയിരിക്കും. കാരണം ഇവരൊക്കെ നല്ല ആളുകളാണ്. കാരണം ഇവർ കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. അക്കൗണ്ടിലുള്ള പണത്തിനനുസരിച്ച് മാത്രമാണ് ചെലവ് നടത്തുന്നത്. UPI ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുന്ന ഭൂരിഭാഗം പേരും. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ഭൂരിഭാഗത്തിനെ ഈ ചെറിയ ക്രെഡിറ്റ് ലൈനിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവരെ നല്ല അല്ലെങ്കിൽ വലിയ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ട് ജനറേറ്റ് ചെയ്തുവിടുക എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ഒരു ബുദ്ധിയാണ് ഈ ഒരു സാധാരണ ക്രെഡിറ്റ് കാർഡ് തന്നെയാണിത്. അപ്പോൾ ചോദിക്കും, ഗൂഗിൾ ഇത്രയും വലിയ കമ്പനിയല്ലേ, എന്തിനാണ് ആക്സിസ് ബാങ്ക് എന്ന് ചോദിക്കും. ഓൾറെഡി അവർക്ക് ഗൂഗിൾ പേ ഒക്കെ ഉണ്ടല്ലോ, പിന്നെ അവർക്ക് എന്തിനാണ് ആക്സിസ് ബാങ്കിനെ പോലെ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് ചോദിക്കും. പക്ഷേ ഇന്ത്യയിൽ ഈ ഇങ്ങനെ പണം ഇടപാട് നടത്താനും ക്രെഡിറ്റ് കാർഡ് കൊടുക്കാനൊക്കെ ലൈസൻസ് വേണം. ഒന്നുകിൽ ബാങ്കിങ് ലൈസൻസ് അല്ലെങ്കിൽ NBFC പോലുള്ള ലൈസൻസുകൾ വേണം. ഗൂഗിൾ വാസ്തവത്തിൽ ഒരു ടെക് കമ്പനിയാണ്. അപ്പം ഗൂഗിളിന് ഇത്തരം ലൈസൻസുകളൊന്നുമില്ല. ഗൂഗിളിന് ആകെയുള്ളത് ഒരു TPAP ലൈസൻസും ഉണ്ട്, ഒരു പേയ്മെന്റ് അഗ്രിഗേറ്റർ ലൈസൻസും ഉണ്ട്. TPAP ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേ നടത്താനുള്ള ഒരു ലൈസൻസ് ആണ്. പിന്നെ അഗ്രിഗേറ്റർ ലൈസൻസ് ഇപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടിയതാണ്. ആ ലൈസൻസും ഉള്ളത്. അപ്പോൾ അവരൊരിക്കലും ഒരു ബാങ്കിങ് സ്ഥാപനമല്ല, അവരൊരു ടെക് കമ്പനിയാണ്. അങ്ങനെ വരുമ്പോൾ അവർ എന്തുകൊണ്ടൊരു ബാങ്കിങ് സ്ഥാപനമായി മാറുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം, ഇതിൽ കുറേ റിസ്ക് ഉണ്ട്. എന്ന് വെച്ചാൽ പണം ആർക്കെങ്കിലും കടം കൊടുത്താൽ, ഓരോ ക്രെഡിറ്റ് കാർഡും കടം തന്നെയാണല്ലോ, ഇത് കിട്ടാക്കടമായിട്ട് മാറും. അപ്പം അതുകൂടാതെ തന്നെ ഇത് റിക്കവറി ചെയ്യാൻ വേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കണം. ഇവിടെ ഗൂഗിളിന് ഒരു ടെക്നിക്കൽ ഫെസിലിറ്റി കൊടുത്താൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കിക്കോളും? ആക്സിസ് ബാങ്ക് നോക്കിക്കോളും. അതുകൊണ്ടാണ് ഗൂഗിളും ആക്സിസ് ബാങ്കുമായി സഹകരിച്ചിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കുന്നത്. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡിന് പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ഇപ്പോൾ കൃഷിക്ക് അറിയാം, കുറേ ഫോർമാലിറ്റികളുണ്ട്, കുറേ പേപ്പർ വർക്കൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് പരിപൂർണമായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ പേയ്മെന്റ് ബാങ്കിനെ പറഞ്ഞ് ഒരു അക്കൗണ്ട് തുറക്കാൻ പരിപൂർണമായി ഡിജിറ്റലി സാധിക്കുമെന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് പരിപൂർണമായി ഡിജിറ്റലി തന്നെ നമുക്ക് സ്വന്തമാക്കാനാവും. ഫിസിക്കൽ കാർഡ് ഇല്ലാതെ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡിന്റെ എല്ലാ ജോലിയും ചെയ്യാൻ സാധിക്കും. ഇതൊരു UPI കാർഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പം ചില സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മുടെ UPI പേയ്മെന്റ് സ്റ്റക്ക് ആവുമല്ലോ. പക്ഷെ ഇവിടെ ഈ ക്രെഡിറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേയ്മെന്റ് നടത്താൻ പറ്റും. ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്ന് മാത്രം. അപ്പൊ ഇതാണ് പ്രത്യേകത. സാധാരണ ക്രെഡിറ്റ് കാർഡാണ്. പക്ഷെ ഗൂഗിൾ കൊണ്ടുവരുമ്പോൾ എല്ലാവരും നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഗൂഗിൾ ഇത് ഫസ്റ്റ് ഇതിപ്പോ ഈ സംഗതി ഈ GPayയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ട് അത് ക്ലിക്ക് ചെയ്യും. കാരണം ഇതിന് ഒരു ഇനീഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റഡ് ആൾക്കാർക്ക് മാത്രമേ കാണുള്ളൂ. എല്ലാവരും പോയിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ഇത് മറ്റു കാർഡുകളെ പോലെ ആണ്, ഒരു കോ ബ്രാൻഡിങ് കാർഡാണ്. ഗൂഗിൾ പേ വിത്ത് ആക്സിസ് ബാങ്ക് ആണ്. ഒരു ക്രെഡിറ്റ് കാർഡാണ്. പക്ഷെ പ്ലാസ്റ്റിക് കാർഡല്ല, ഇതൊരു പരിപൂർണമായും ഡിജിറ്റൽ കാർഡാണ്. നിലവിൽ നമുക്ക് റുപേ ക്രെഡിറ്റ് കാർഡുമായി ഘടിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇത് ഒരു റുപേ കാർഡാണ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് നിലവിലുള്ള റുപേ കാർഡില് ആ വാക്കാണ് കറക്റ്റ്. ഘടിപ്പിക്കുക മാത്രമേ നടക്കുന്നുള്ളൂ.
അവിടെ നമ്മൾ റുപേ കാർഡിനെ ഘടിപ്പിച്ചിട്ട് പേയ്മെന്റ് നടത്താനുള്ള ഒരു വാതിൽ മാത്രമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ എപ്പുറം പോകണം, ബാങ്കിന്റെ അക്കൗണ്ട് തുറക്കണം, നമ്മൾ അവിടെ പോയി നോക്കി വേണം ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പ്രോപ്പറായ ട്രാൻസാക്ഷൻ മനസ്സിലാക്കാൻ, അവിടെ പോയി നോക്കി വേണം റിവാർഡ് മനസ്സിലാക്കാൻ. ചുരുക്കി പറഞ്ഞാൽ ഈ കാർഡിന്റെ കൺട്രോൾ എവിടെ തന്നെയാണ്? അപ്പുറത്ത് ബാങ്കിന്റെ പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷെ ഈ കാർഡിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഫ്ലെക്സ് കാർഡിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം ഇവിടെ തന്നെ ആയിരിക്കും. ഈ ഭാഗത്ത് നമുക്ക് എല്ലാം കാണാം. എന്തൊക്കെ കാണാം? ബില്ല് ഏതെങ്കിലും പെൻഡിങ് ഉണ്ടോ, സ്റ്റേറ്റ്മെന്റ് കാണാം, അതുപോലെ തന്നെ റിവാർഡ്സ് കാണാം, എല്ലാം ഇപ്പുറത്ത് കാണും. ഒന്നിനും വേണ്ടി നമ്മൾ എവിടെ പോകണ്ട? ബാങ്കിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണ്ട. അപ്പോൾ ഒരു ഓൾ ഇൻ വൺ ആയിട്ട് മാറും, അല്ലെങ്കിൽ എല്ലാ പർപ്പസിനുമുള്ള വൺ ആപ്പ് ഫോർ ഓൾ പർപ്പസ് ആയിട്ട് നമുക്കിത് മാറും. ഈ പേയ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ UPI ആപ്പ്, ഗൂഗിൾ പേ ആപ്പ് മാറും. നിലവിലെ ക്രെഡിറ്റ് കാർഡിലെ റിവാർഡ് സിസ്റ്റം നമ്മൾ ഭയങ്കര കൺഫ്യൂഷൻ ആക്കാറുണ്ട്. ഈ ഫ്ലെക്സിലേക്ക് വരുമ്പോൾ ഇതിന്റെ റിവാർഡ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്ക് ഇപ്പോഴും നമുക്കിത് പ്രാക്ടിക്കലി നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് കിട്ടിയ ചില വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ പുറത്തു വന്ന റിപ്പോർട്ടും ഗൂഗിളിന്റെ ഒഫീഷ്യൽ ബ്ലോഗിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. എങ്കിലും മനസ്സിലാക്കുന്നത്, നമ്മളിപ്പം നിലവിലിപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾക്ക് 10,000 പോയിന്റ്സ് ഉണ്ടെന്നൊക്കെ പറയും. ഈ 10,000 പോയിന്റ്സ് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 200 രൂപയോ 300 രൂപയോ അല്ലെങ്കിൽ 400 രൂപയോ കാണുള്ളൂ. പിന്നെയോ ആ പോയിന്റ്സ് നമുക്ക് ഇനിയിപ്പോൾ അത് റെഡീം ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് അവർ പറയുന്ന സൈറ്റിൽ പോയിട്ട് നമ്മൾ ചെയ്യണം. അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊന്നും പോകാൻ പറ്റില്ല. ചിലർ പറയും നിങ്ങളത് ആമസോൺ വൗച്ചർ ആക്കിയൊക്കെ മാറ്റാമെന്ന് പറയും. അവൻ 10,000 പോയിന്റ് കൊടുത്താൽ ചിലപ്പോൾ 2,000 അല്ലെങ്കിൽ 1,000 ഒക്കെ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ പുതിയ ഈ ഒരു ഫ്ലെക്സിൽ സ്റ്റാർ സംവിധാനമുള്ളത്. ഒരു സ്റ്റാർ ഈക്വൽ ടു 1 റുപ്പിയാണ്. ഒരു സ്റ്റാർ എന്ന് പറയുന്നത് 1 റുപ്പിയാണ്. ഇതിന്റെ അർത്ഥം നമ്മൾ ചിലവാക്കുന്ന ഓരോ രൂപയ്ക്ക് 1 രൂപ തിരിച്ചു കിട്ടുന്നല്ല. നമ്മൾ ഒരു 500 രൂപ വരെ ചിലവാക്കുകയാണെങ്കിൽ ഒരു സ്റ്റാറാണ് 2 സ്റ്റാറാണ് കിട്ടുമെങ്കിൽ ആ സ്റ്റാർ നമുക്ക് കിട്ടും. ആ സ്റ്റാറിന് തുല്യമായ ഒരു രൂപയുടെ വാല്യൂ ഉണ്ടായിരിക്കും. ഇപ്പൊ 2 സ്റ്റാറാണ് 2 രൂപ. അങ്ങനെ ആ ഒരു രീതിയിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെയോ നമ്മളിപ്പോൾ ഇവിടെ റിവാർഡ് റെഡീം ചെയ്യാൻ നമുക്ക് കുറേ ഫോർമാലിറ്റികളൊക്കെ ഉണ്ട്. ഇവിടെ അതൊന്നുമില്ല. ഇപ്പം കൃഷിനിയുടെ കയ്യിൽ 5 സ്റ്റാർ ഉണ്ടെങ്കിൽ ഈ 5 സ്റ്റാർ അടുത്ത പേയ്മെന്റ് നടത്തുമ്പോൾ ഒരു ചായ കുടിച്ചിട്ട് ആ ചായക്ക് 10 രൂപയാണ് ബില്ലാവുന്നെങ്കിൽ 5 സ്റ്റാർ കൊടുത്ത് ബാക്കി 5 രൂപ കൊടുത്താൽ എന്ന് വെച്ചാൽ 5 രൂപ നമ്മളെ അക്കൗണ്ടിൽ നമ്മുടെ നിന്ന് പോകുള്ളൂ, ബാക്കി 5 സ്റ്റാർ പോയിക്കോളൂ. എന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് റെഡീം ചെയ്യാനും അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് മാറ്റാനും നമുക്ക് പറ്റും. പിന്നെ എവിടെയും നമുക്ക് ഇത് ഉപയോഗിക്കാമല്ലോ. ഏത് പേയ്മെന്റ് നടത്തുന്നിടത്തോ നമുക്ക് ഇത് റെഡീം ചെയ്യാലോ. അവർ പറയുന്ന അതേ സൈറ്റിലൊക്കെ പോയിട്ട് അതേ നമുക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ വളരെ കോസ്റ്റ്ലി ആയ ചില സാധനങ്ങളൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സാധാരണ പേയ്മെന്റിൽ ഇത് റെഡീം ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ആകർഷകമായ റിവാർഡും നല്ല ഒരു റിഡീം സിസ്റ്റം, അല്ലെങ്കിൽ നമുക്ക് റിവാർഡ് നമുക്ക് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാനുള്ള ഒരു സംവിധാനം ഉണ്ട്. എവിടെയും ക്യാഷാക്കി മാറ്റാനുള്ള സംവിധാനം ഉണ്ട് എന്നാണ് അഡ്വാൻറ്റേജ്. ഇതൊരു ക്രെഡിറ്റ് കാർഡ് പോലെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശരിക്കും തിരിച്ചടച്ചില്ലെങ്കിൽ പണി കിട്ടാനുള്ള ഒരു സാധ്യത കൂടിയില്ലേ? ക്രെഡിറ്റ് കാർഡ് തന്നെ വാസ്തവത്തിൽ എന്താണ്? ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ക്യാഷാണ്. ഓരോ ക്രെഡിറ്റ് കാർഡും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ക്യാഷാണ്. അപ്പൊ നമുക്ക് സുരക്ഷിതമായിട്ട് പണമിടപാട് നടത്താനുള്ള സംവിധാനം മാത്രമാണ് ക്രെഡിറ്റ് കാർഡ് തരുന്നത്. ഈ പണം നമ്മൾ പരിപൂർണമായിട്ടും തിരിച്ചടച്ചേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഒരുപക്ഷെ നമ്മൾ സാധാരണ ക്രെഡിറ്റ് കാർഡ് ഉള്ളത് പോലെ തന്നെ മുഴുവൻ അടച്ചു കഴിഞ്ഞാൽ എത്രയാണോ ബില്ല് ഇറങ്ങുന്നത് അത് മുഴുവൻ അടച്ചു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. എന്നാലോ ചിലരെന്ത് ചെയ്യിച്ചാൽ ടൈറ്റായി വരുമ്പോൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വരുമ്പോൾ മിനിമം ഡ്യൂ അടയ്ക്കും. മിനിമം ഡ്യൂ അടച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? നമ്മൾ 40% പലിശ നിരക്ക് കൊടുക്കണം. അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിനുള്ള എല്ലാ ഇതുകൊണ്ട് തുടക്കത്തിലേ പറഞ്ഞു ഇതൊരു പക്കാ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. ഒരു ക്രെഡിറ്റ് കാർഡ് മിനിമം ഡ്യൂ അടച്ചു പോവുകയാണെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും, ആ ഇൻട്രസ്റ്റ് നമ്മൾ ഇതിനും കൊടുക്കേണ്ടി വരും. പക്ഷെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ എമൗണ്ടിന് പോലും നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2,500 രൂപയുള്ള പേയ്മെന്റ് നടത്തിയാൽ പോലും നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ഒരു വിശാലമായ തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഇത് പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പം ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ വലിയ പേയ്മെന്റ് നടത്താനുള്ള വലിയ സംവിധാനത്തിലുള്ള ഒരു ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം ഇച്ചിരി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാനും കൂടി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയും ഒരു ക്രെഡിറ്റ് ശീലം നമ്മൾ എന്ത് ചെയ്യാണ് വളർത്തിക്കൊണ്ടുവരികയും ആ ക്രെഡിറ്റ് ശീലത്തിലേക്ക് വലിയ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള കസ്റ്റമേഴ്സ് ആയിട്ട് അവരെ മാറ്റിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ ഗൂഗിളിന് ഈ ഡാറ്റ കംപ്ലീറ്റ് കിട്ടൂലേ, ആക്സിസ് ബാങ്കിന്റെ ഡാറ്റ കിട്ടൂലേ, കസ്റ്റമർ ഡാറ്റ എല്ലാം കിട്ടൂലേ. അപ്പൊ ഇതൊരു ഗൂഗിൾ എന്ന് പറയുന്ന ആ ഒരു കച്ചവട ബുദ്ധി തന്നെയാണ് അതിലുള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യിച്ചാൽ അവർ ശീലം വളർത്തുക ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണോ 501 രൂപയ്ക്ക് റിലയൻസ് ഫോൺ തന്നിട്ട് ഇന്ത്യക്കാരെ ഫോൺ വിളിക്കാൻ പഠിപ്പിക്കുകയും എന്നിട്ട് നമ്മളെടുത്ത് ഇപ്പം ഒരു റീചാർജിന് 350 രൂപയിലേക്ക് എത്തി അല്ലെങ്കിൽ 399 രൂപയിലേക്ക് എത്തി നിൽക്കുന്ന ഈ സംവിധാനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 501 രൂപ എന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ടിനാണ് ഫോൺ കൊടുത്തിരുന്നത് പണ്ട്. അങ്ങനെ ഫോണ് വാങ്ങി ഫോൺ ഉപയോഗിച്ച് പിന്നെ നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇപ്പം 140 കോടിയിൽ 110 കോടി ആളുകളും മൊബൈൽ ഉപയോഗിക്കുന്ന തലത്തിലേക്ക് മാറി. കറൻസി നിരോധനം വന്നു, നമ്മളെല്ലാവരും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറി.
നമ്മൾ ചെറിയ ചെറിയ പേയ്മെന്റുകളെല്ലാം ഡിജിറ്റലായി ചെയ്തുകൊണ്ട് ആദ്യം നമ്മുടെ മനസ്സിൽ ഭയങ്കര എന്താണ് പറയുക റെസിസ്റ്റൻസ് ആയിരുന്നു. പിന്നെ ആ കോവിഡ് കാലമൊക്കെ വന്ന സമയത്ത് നമ്മൾ കൂടുതൽ കൂടുതൽ ഇത്തരം പേയ്മെന്റുകളിലേക്ക് പോയി. ഇപ്പൊ നമ്മൾ പച്ചക്കറി വാങ്ങുന്നത് പോലും അല്ലെങ്കിൽ ചായ കുടിക്കുന്നത് പോലും UPI പേയ്മെന്റ് നടത്തിയിട്ടാണ്. അപ്പൊ ശീലം വളർത്തി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം ഗൂഗിൾ എന്താ ചെയ്യുന്നത്? ഗൂഗിൾ ഒരു ശീലം വളർത്തി കൊണ്ടുവരിക ചെയ്യുന്നത് ചെറിയ ചെറിയ ക്രെഡിറ്റ് ലൈനുകൾ കൊടുക്കുകയും, അത് മാത്രമല്ല ജോലിയുള്ളവർക്ക് മാത്രമേ ക്രെഡിറ്റ് കാർഡ് കിട്ടുള്ളൂ, അങ്ങനെ കുറെ ഫോർമാലിറ്റികളൊക്കെ ഇല്ലേ. ഒരുപക്ഷെ ഈ ഗൂഗിൾ ഇത് കൊടുക്കാൻ പോകുന്നത് അയാളുടെ ഈ UPI പേയ്മെന്റ് ഹിസ്റ്ററി നോക്കിയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ചിലപ്പോൾ എന്തായാലും എനിക്ക് 5000 രൂപയുടെ കുഞ്ഞു ക്രെഡിറ്റ് ലൈൻ കിട്ടും, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടും. അപ്പൊ എനിക്ക് ആ ക്രെഡിറ്റ് കാർഡ് വെച്ച് എനിക്ക് ഉപയോഗിച്ച് പഠിക്കാം. അപ്പൊ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല സാമ്പത്തിക ശീലമുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവരാനും പറ്റും. അപ്പൊ ഞാൻ പ്രോപ്പറായിട്ട് എന്റെ UPI ഉപയോഗിക്കുകയാണ്, എല്ലാ പേയ്മെന്റും തിരിച്ചടക്കുകയാണെങ്കിൽ എന്റെ ലിമിറ്റും പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ ഞാൻ എന്താണ് ചെറിയ ഒരു യൂസർ എന്ന് ഞാൻ വലിയൊരു പൊട്ടൻഷ്യൽ ഉള്ള കസ്റ്റമർ ആയിട്ട് അവർക്ക് മാറും. അപ്പൊ ആ രീതിയിലേക്ക് അവർ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രീ റിക്വയർമെന്റ് ഒക്കെ അതൊന്നും നമുക്ക് വേണ്ട. ഇത് എനിക്ക് ജോലി വേണം, സാലറി സർട്ടിഫിക്കറ്റ് വേണം, അത് വേണം, ഇത് വേണം ഒന്നും വേണ്ട. ഇവിടെ ഞാൻ എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാൻ ഇത്രയും കാലം UPI നടത്തിയ ട്രാൻസാക്ഷൻ ആണ്. ആ ഒരു പെർഫോമൻസ് ഒക്കെ വെച്ച് അവർ ഒരു പക്ഷേ തീരുമാനിച്ചേക്കാം. നമുക്ക് കൂടുതൽ ഡാറ്റ അത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കാൻ സാധ്യതയില്ല. അപ്പം ട്രാൻസാക്ഷൻ വെച്ചിട്ട് കിട്ടുകയാണെങ്കിൽ ചിലപ്പം ചായ കുടിക്കാൻ തൊട്ട് ദിവസം 15-20 ട്രാൻസാക്ഷൻ പ്രോപ്പറായി നടത്തുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ഒരു 20,000 ക്രെഡിറ്റ് ലൈൻ പെട്ടെന്ന് കിട്ടും. നേരെ മറിച്ച് അയാൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ അയാൾക്ക് കിട്ടില്ല. കാരണം അയാളോട് ചോദിക്കും നിങ്ങളുടെ ഇത്ര സാലറി വേണം, കുറെ പാരാമീറ്റേഴ്സ് വേണം. ആ പാരാമീറ്റേഴ്സ് വേണ്ട നമുക്ക് ആവശ്യമില്ല. നമുക്ക് നല്ലൊരു സാമ്പത്തിക ശീലം ഉണ്ടായാൽ മതി. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുള്ളത്. ഇത് ആർക്കൊക്കെയാണ് കാര്യമായിട്ടും ഗുണം ചെയ്യുക? ഒന്നാമത് ഗുണം ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് UPI സ്കാൻ ചെയ്ത് ശീലമായ ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ പേഴ്സിലുള്ള പൈസ ആ പൈസ ചിലപ്പോൾ 1-ാം തീയതി 2-ാം തീയതി എടുത്തു വെച്ച ക്യാഷ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന 1000 രൂപ നമ്മൾ ഒരു മാസം ഒന്നും ചെയ്യില്ല. കാരണം ആ പൈസ അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ സ്ഥിരമായിട്ട് എല്ലായിടത്തും UPI ഉപയോഗിച്ച് ശീലമായിട്ട് മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ UPI പേയ്മെന്റ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോഴും ഇത് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് മാച്ചല്ല. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾക്ക് മാച്ചാണ്. കാരണം അവർക്ക് വേണ്ട പേയ്മെന്റുകളെല്ലാം ഇനി അവർക്ക് അവരുടെ കയ്യിലുള്ള ക്യാഷും അതിനപ്പുറമുള്ള കുറച്ച് ക്യാഷും കൂടി, അല്ലെങ്കിൽ കുറച്ച് കടം കിട്ടുന്ന ക്യാഷും കൂടി ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താൻ പറ്റും. പിന്നെ പേപ്പർ വർക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. ഉദാഹരണത്തിന് ചിലപ്പം ഒരു ജോലി കിട്ടി, അപ്പം ജോലി കിട്ടിക്കഴിഞ്ഞാൽ സാലറി ക്രെഡിറ്റ് നമ്മുടെ സിബിൽ സ്കോർ കാണില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം കാർഡ് കിട്ടാത്ത ആൾ അവർക്കൊക്കെ ചെറിയ ക്രെഡിറ്റ് ലൈൻ കിട്ടുമ്പോൾ അവർക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ക്രെഡിറ്റ് ലൈൻ അല്ല, വാസ്തവത്തിൽ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് ആണ് പറയുന്നത്. ക്രെഡിറ്റ് ലൈൻ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ കൂട്ടി വായിച്ച പ്രശ്നമാണ്. പിന്നെ ഇതിലൊരു ഏറ്റവും വലിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിലവിൽ നല്ലൊരു ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ഇത് വലിയ ആകർഷകമായ സംഗതി ഒന്നുമല്ല. ഒരു സാധാരണ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. പക്ഷെ വേറെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സൗകര്യം കൂടുമ്പോൾ ചെലവ് കൂടും. ഉദാഹരണത്തിന് കണ്ണൂരേക്ക് നമ്മൾ ബസ്സിന് പോകുമ്പോൾ ഒരു സാധാരണ ബസ്സിന് കയറിയാൽ ചിലപ്പോൾ, അല്ലെങ്കിൽ സാധാരണ നമ്മളൊരു ട്രെയിനിനാണ് തന്നെ സാധാരണ ഒരു സെക്കൻഡ് ക്ലാസ് പോവുകയാണെങ്കിൽ ചിലപ്പോൾ 110 രൂപയോ 120 രൂപയ്ക്ക് നമുക്ക് അവിടെ എത്താൻ പറ്റും. അല്ല ചൂടാണ്, എനിക്ക് AC പോകണം എന്ന് കരുതിയാൽ നമ്മൾ എന്ത് ചെയ്യും? 450, 500, 600, 700 കൊടുക്കേണ്ടി വരും. 1000 രൂപ അല്ലെ, 1000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ സൗകര്യം കൂടുമ്പോൾ ചെലവ് കൂടും. അപ്പൊ സൗകര്യം ഇവിടെ എന്താ ഉള്ളത്? നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമുക്ക് ചെലവാക്കാനുള്ള ഒരു ലിമിറ്റ് നമ്മുടെ ഗൂഗിൾ മാമൻ തരികയാണ്, അല്ലെങ്കിൽ ഗൂഗിൾ മാമൻ ആക്സിസ് ബാങ്ക് തരികയാണെങ്കിൽ ആ ലിമിറ്റ് നമ്മൾ അശാസ്ത്രീയമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ക്രെഡിറ്റ് കാർഡിലുള്ള അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിലെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇല്ലാത്ത പൈസയാണെന്ന ബോധം നമുക്കില്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് ചെലവാക്കും. പലപ്പോഴും നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അവിടെ ചെന്നിട്ട് നമ്മൾ ജസ്റ്റിഫൈ ചെയ്തൊരു കാരണം ഉണ്ടാക്കുക ചെയ്യുന്നത്. ഏത്? എനിക്ക് കുളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഇത് കൂടി വേണം എന്ന് നമ്മൾ അവിടെ നിന്നാണ് ആ ഒരു റിക്വയർമെന്റ് ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഇപ്പൊ കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പം എപ്പോഴും ക്രിസ്ത്യാനിക്ക് ഒരു കാര്യം ചെയ്യാം. ഇന്ന് വാങ്ങേണ്ട സാധനം ഒരു കടലാസിൽ എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മൊബൈലിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ പോയി വന്നു കഴിഞ്ഞാൽ അത് മാത്രമേ വാങ്ങൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. നേരെ മറിച്ച് അവിടെ ചെന്നിട്ട് സൂപ്പർ മാർക്കറ്റ് ചെന്നിട്ട് ഇങ്ങനെ കണ്ട് ഓരോന്നോരോന്ന് എടുത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിൽക്കൂല. കാരണം എല്ലാത്തിനും നമുക്ക് ആവശ്യം ഉണ്ടാവും. നമ്മൾ ആവശ്യം കാണും, കുറച്ച് കടല വാങ്ങാം, അല്ലെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യാം, എനിക്ക് ശനി ഞായറും അത് വറുത്ത് തിന്നാമെന്നൊക്കെ ഐഡിയ അപ്പം പുതുതായിട്ട് വരും. ഇല്ലാത്ത ഐഡിയ ഒക്കെ വരും. അത് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ഐഡിയ. പക്ഷെ അങ്ങനത്തെ ഓരോ പുതിയ കാര്യങ്ങൾ വരും. പിന്നെ ഒരു സാധാരണ പല്ല് തേക്കുന്ന ആൾ വിചാരിക്കും എനിക്കൊരു മൗത്ത് വാഷ് കൂടി വേണം, ഒരു അഡീഷണൽ റിക്വയർമെന്റ് ജനിക്കുകയാണ്. അപ്പൊ ആ മൗത്ത് വാഷ് കൂടി വാങ്ങുന്നു. അങ്ങനെ നമ്മുടെ എക്സ്പെൻസ് കൂടി വരും. അപ്പൊ ഇത് ഇല്ലാത്ത പൈസയാണെന്ന് ബോധം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് അവിടെ പൈസ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളെല്ലാം വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇത് ഫ്രീ പണമല്ല, ബാങ്കിന്റെ പണമാണ്. അത് തിരിച്ചു വാങ്ങാൻ ബാങ്കിന് നന്നായിട്ട് അറിയാം. പിന്നെ സിബിൽ സ്കോർ പോകും എന്ന് വെച്ചാൽ നമ്മൾ കൃത്യസമയത്ത്
ക്രെഡിറ്റ് കാർഡ് അടച്ചിട്ടില്ലെങ്കിൽ, അതിൽ എമൗണ്ട് അടച്ചിട്ടില്ലെങ്കിൽ സിബിൽ സ്കോർ താഴേക്ക് പോരും. അത് നമ്മുടെ ഭാവിയിലുള്ള സാമ്പത്തിക ഇടപാടുകളെ ബാധിക്കും. നമ്മുടെ ഒരു ബാങ്കിന്റെ കണ്ണിൽ ഒരു അത്ര നല്ല കസ്റ്റമറായിട്ട് മാറില്ല. ഇതിനിടയിൽ വേറൊരു കാര്യം കൂടി പറയാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്താൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ റുപേ കാർഡ് ഘടിപ്പിച്ച UPI വെച്ച് പേയ്മെന്റ് നടത്താൻ നോക്കുമ്പോൾ അത് റിജക്റ്റ് ചെയ്യും. കാരണം അവർ ബാങ്ക് ഓൺലി എന്ന് പറയുന്ന രീതിയിലായിരിക്കും സ്കാനർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ബാങ്കിൽ നിന്നുള്ള പണം മാത്രമേ അവിടെ സ്വീകരിക്കൂ, ക്രെഡിറ്റ് കാർഡ് എന്നുള്ള പണം സ്വീകരിക്കില്ല. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞു ഒരു പക്ക ക്രെഡിറ്റ് കാർഡ് തന്നെയാണെന്ന്. അപ്പം UPIയിൽ നമ്മൾ ഈ ഗൂഗിളിന്റെ ഈ ക്രെഡിറ്റ് കാർഡ് വാങ്ങി എന്നതുകൊണ്ട് നമുക്ക് അത്തരം ബ്ലോക്കിംഗ് ഇട്ട സ്കാനറിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കാൻ ചെയ്ത് അടയ്ക്കാനൊന്നും പറ്റാൻ സാധ്യതയില്ല. നോർമൽ ആയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഒരു റുപേ ക്രെഡിറ്റ് കാർഡ് മാത്രമാണ് ഇപ്പൊ UPIയിൽ ഘടിപ്പിക്കാൻ പറ്റൂ. എങ്ങനെയാണോ റുപേ ക്രെഡിറ്റ് കാർഡ് ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെയായിരിക്കും ഈ റുപേ ക്രെഡിറ്റ് കാർഡും ബിഹേവ് ചെയ്യുക. ഇത് ഗൂഗിളിൻ്റെതാണ്, ഫ്ലെക്സ് എന്ന പേരുണ്ട്. GPay ബൈ ഫ്ലെക്സ് ആണ്, അല്ലെങ്കിൽ ആ ഫ്ലെക്സ് ബൈ GPay ആണെങ്കിൽ ഗൂഗിൾ ആണെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഇന്ന് ക്രെഡിറ്റ് ആൻഡ് കെയറിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ഫ്ലെക്സ് ബൈ ഗൂഗിൾ പേ എന്ന ഒരു കാര്യമാണ്. എന്താണ് ഫ്ലെക്സ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക, എങ്ങനെയാണ് ഇത് ഗൂഗിൾ പേയുമായി കണക്ട് ആവുക എന്നൊക്കെയായിരുന്നു നമ്മൾ ഇന്ന് ക്രെഡിറ്റ് ആൻഡ് കെയറിൽ ചർച്ച ചെയ്തത്. പ്രേക്ഷകർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.